45 എന്ന പിറന്നാളിലേക്ക് 45-ാം വർഷത്തിലേക്ക് BJP കടന്നിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ഇന്ന് 45-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ നിർണായകമായ സ്വാധീനമുള്ള വളരെ വലിയ ശക്തമായ പാർട്ടിയായി മാറിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി മാറിയിരിക്കുന്നു. 18 സംസ്ഥാനങ്ങളിലും ഭരണചക്രം തിരിക്കുന്ന BJP സുവർണ്ണ കാലഘട്ടത്തിലൂടെ ജൈത്രയാത്ര അങ്ങനെ തുടരുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ 400 കടന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റാണ് ഇപ്പോൾ BJP ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത്. 80 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ കരുത്തുകൾ വിവിധ മേഖലകൾ വർദ്ധിപ്പിച്ച് ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് മുൻപ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നാമമാത്രമായി അവശേഷിക്കുമ്പോഴാണ് സംസ്ഥാന വ്യാപകമായി രാഷ്ട്ര വ്യാപകമായി ഇങ്ങനെ വളർന്നു പന്തലിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറിയിരിക്കുന്നത്. ഗൗതം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി BJP നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ 45-ാം വാർഷിക ആഘോഷം കടന്നു പോകുന്നത്. 1980-ൽ ഈ ദിവസമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അഡ്വാനി തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട് സ്റ്റേഡിയത്തിൽ ചേർന്ന ആ യോഗത്തിൽ ഇത്തരത്തിലൊരു പുതിയ പാർട്ടി രൂപപ്പെടുന്നത്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ BJP അതിൻ്റെ സുവർണ കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി അധികാരത്തിലിരിക്കുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുണ്ട്. ദേശീയ തലത്തിൽ 2014 മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്നു. 2024 ഈ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഭരണ തുടർച്ച എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലും BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സുവർണ കാലഘട്ടമാണ് മോദി യുഗം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം BJPയുടെ നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് മുൻപ് രൂപപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885-ലാണ് AO ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപപ്പെടുന്നത്. ഒരു വിദേശിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കോൺഗ്രസ് പിന്നീട് ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തുവെങ്കിലും നമുക്കറിയാം അതിൻ്റെ ചരിത്രം. മഹാത്മാഗാന്ധി തന്നെ സൂചിപ്പിച്ചത് 47-ൽ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് ഈ സംഘടന പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോവുകയും അതിൽ പിളർപ്പുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. 1969-ൽ ആദ്യത്തെ പിളർപ്പ്, പിന്നീട് 77-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടാകുന്ന പിളർപ്പുകൾ, അങ്ങനെ പിളർന്ന് പല രൂപത്തിലും ഭാവത്തിലും കോൺഗ്രസിന്റെ പല പാർട്ടികൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പോലെയുള്ള വിവിധ പാർട്ടികൾ കോൺഗ്രസിൽ നിന്നും പിളർന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും 1925-ൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് 1964-ൽ ചൈന യുദ്ധം, 1962-ലെ ചൈന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ തോതിലുള്ള ആശയ സംഘർഷം ആ പാർട്ടിക്കകത്ത് രൂപപ്പെടുകയും 1964 ആകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രണ്ടായിട്ട് പിന്നീട് CPIM എന്നും CPI എന്ന രണ്ട് രീതിയിലാകുന്നു. പിന്നീടും അതിനകത്ത് പല ബ്രാഞ്ചുകൾ അതിതീവ്രമായ ആയുധമെടുത്തുകൊണ്ട് പോരാടണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നക്സലുകളും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകളും ഒക്കെ രൂപപ്പെട്ട പല കഷ്ണങ്ങളായി പോകുന്നുണ്ട്. പക്ഷേ BJPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഭാരതത്തിൽ ഒരിക്കൽ പോലും പിളർന്നിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. BJP ഒരിക്കൽ പോലും പിളർന്ന് പല കഷ്ണങ്ങളായി പോയിട്ടില്ല എന്നത് തന്നെ ഈ സംഘടനയുടെ ഏറ്റവും വലിയ കരുത്താണ്. 1951-ൽ ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് 77 വരെ ജനസംഘം അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 77-ൽ അത് ജനതാ പാർട്ടിയിൽ ലയിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഏതെങ്കിലും ഒരു ആശയപരമായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി പിളർന്ന് പല കഷ്ണങ്ങളായി പോകുന്നില്ല. ജനതാ പാർട്ടി കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു. വിവിധ കോൺഗ്രസ് ഇതര മുന്നണികൾ ചേർന്നുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടുകയും ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ധാർഷ്ട്യത്തിനും ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന ആ ഒരു മുദ്രാവാക്യത്തിനുമെതിരെ സംഘടിച്ച വിവിധ പ്രതിപക്ഷ നേതാക്കളുടെ കൂട്ടായ്മയായിരുന്നു ജനതാ പാർട്ടി. അങ്ങനെ ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിയ ഒരു പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനസംഘം പിന്നീട് BJP ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനുശേഷം ഗോകുലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം. मैं आप सब के माध्यम से भारतीय जनता पार्टी के करोड़ों कार्यकर्ताओं को आज के स्थापना दिवस की शुभकामनाएं देता हूं, उनको साधुवाद भी देता हूं और इस शुभकामना के साथ हम आगे 2024 के चुनाव के लिए संकल्प और आह्वान भी उनको करता हूं। आज भारतीय जनता पार्टी जिस मुकाम पर आदरणीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में पहुंची है, उस
यात्रा में 4-4, 5-5 पीढ़ियां खप गई और उनके तप के कारण, उनके योगदान के कारण, उनकी तपस्या के कारण, जो उन्होंने वैचारिक अधिष्ठान के लिए खून पसीना एक किया, उस कारण से आज प्रधानमंत्री मोदी जी के नेतृत्व में भारतीय जनता पार्टी दुनिया की सबसे बड़ी पार्टी बनी है। और आज के दिन जहां मुझे पार्टी के कार्यकर्ताओं के माध्यम से जो आज कीर्तिमान भारतीय जनता पार्टी ने स्थापित किया है, उसके लिए करोड़ों कार्यकर्ताओं को मैं पुनः बधाई भी देता हूं और शुभकामनाएं भी देता हूं। भारतीय जनता पार्टी अकेली एक ऐसी पार्टी है जिसने लगातार जनसंघ के दिनों से अपना वैचारिक अधिष्ठान राष्ट्रवाद के साथ, सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, इस मंत्र को लेकर के चले हैं। और इसलिए हम देखते हैं कि ये अकेली पार्टी है जिसने अपने वैचारिक अधिष्ठान को लगातार अपने साथ संजो के रखा और उसे पूरा करने के लिए हर संभव प्रयास किया है। आदरणीय प्रधानमंत्री मोदी जी के नेतृत्व में धारा 370 समाप्त हुई, राम जन्मभूमि और रामलला की प्राण प्रतिष्ठा हुई, ट्रिपल तलाक समाप्त हुआ और इसी तरीके से जो हम एकात्म मानववाद की बात को लेकर के चले थे, उस एकात्म मानववाद को अंत्योदय और अंत्योदय के बाद सबका साथ, सबका विकास, सबका विश्वास के साथ समावेश किया गया है। भारतीय जनता पार्टी एक कैडर बेस्ड ऑर्गेनाइजेशन है। आज लगभग हम 8,40,000 बूथ पर हमारी बूथ समितियां काम कर रही हैं और भारतीय जनता पार्टी एक मास फॉलोइंग की पार्टी है। आज हम 303 MP लोकसभा में रहे, निवर्तमान എസ് ഗൗതം, ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ജനസംഘമായിരുന്നപ്പോൾ മുന്നോട്ട് വെച്ച അതേ ആശയങ്ങൾ അത് എങ്കിൽ 2024 എത്തുമ്പോഴും അതേ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരുടെയും കൂടെ, എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും വികസനം, അതൊക്കെ തന്നെയാണ് BJP മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ. അത് ഇപ്പോഴും അത് പിന്തുടർന്നു പോകുന്നു. മാത്രമല്ല, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അളവുകോൽ എപ്പോഴും അധികാര സ്ഥാനങ്ങളിലേക്കാണ്, പാർലമെൻ്ററി അധികാര സംവിധാനങ്ങളിലെ ഒക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ 84-ൽ 2-ൽ തുടങ്ങി ഇപ്പോൾ 303-ലേക്ക് എത്തി നിൽക്കുന്ന ഒരു വലിയ പ്രയാണമുണ്ടല്ലോ ഗൗതം. ഉമേഷ്, BJP 80-ൽ രൂപീകരിക്കുമ്പോൾ അതിനുശേഷം പിന്നീട് 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വലിയ കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു. അതൊരു ശരിക്കും BJP ഒരു പരാജയത്തിൽ നിന്നും പിന്നീട് വിജയത്തിലേക്ക് കുതിച്ചു വന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. കാരണം 80-ൽ രൂപീകരിച്ച ശേഷം 84-ൽ 2 സീറ്റിൽ മാത്രമാണ് BJP വിജയിച്ചത്. ആന്ധ്രാപ്രദേശിലെ ജനക റെഡ്ഡി, അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ നിന്നുള്ള AK പട്ടേൽ, ഈ 2 MP മാത്രമേ 84-ൽ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമുണ്ടായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ അതിഭീകരമായ കോൺഗ്രസ് അനുകൂല ഒരു തരംഗം 84-ലെ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഉണ്ടായി. ഇന്ദിര അനുകൂല സഹതാപ തരംഗത്തിലാണ് കോൺഗ്രസ് അന്ന് 404 സീറ്റ് നേടി ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയം രാജീവ് ഗാന്ധിക്ക് സംഭവിച്ചത്. ആ ഒരു കോൺഗ്രസ് അനുകൂല തരംഗത്തിൽ പുതിയതായി രൂപപ്പെട്ട, അല്ലെങ്കിൽ ഇന്ദിരാ വധത്തെ തുടർന്നുള്ള ഒരു സഹതാപ തരംഗത്തിൽ BJPക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. 2 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 89-ലേക്ക് എത്തുമ്പോൾ അയോധ്യ പ്രക്ഷോഭം ഉൾപ്പെടെ BJP ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. വിവിധ ദേശീയ വിഷയങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുത്ത BJP 89-ൽ അതിൻ്റെ 2ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 2 അക്കത്തിൽ നിന്നും BJP 2 എന്ന ചെറിയ നമ്പറിൽ നിന്നും 80 സീറ്റുകളിലേക്ക് BJP വളരുന്നുണ്ട്. പിന്നീട് 1991 ആകുമ്പോൾ BJPയുടെ സീറ്റ് 80-ൽ നിന്നും 120 എന്ന നമ്പറിലേക്ക് എത്തുന്നു. 96 ആകുമ്പോൾ അത് 161, 98-ൽ 182, 99-ലും 182. അങ്ങനെ 96-ൽ BJP ആദ്യമായി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നു. ഏറ്റവും വലിയ കക്ഷി, 161 സീറ്റുകൾ നേടിയ ഏറ്റവും വലിയ കക്ഷി BJP ആയിരുന്നു. പക്ഷേ 13 ദിവസം മാത്രമാണ് ആ സർക്കാരിന് ആയുസ്സുണ്ടായിരുന്നത്. കാരണം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല.
98 ആകുമ്പോഴേക്കും 182 സീറ്റ് നേടുന്നുണ്ട്. 99 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 152 പക്ഷേ അപ്പോഴും നമുക്കറിയാം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. 98 സർക്കാർ 13 മാസം നീണ്ടുനിന്നു. പിന്നീട് വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കാൻ കഴിയാതെ ആ സർക്കാർ ഒരു വോട്ടിന് വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. 1999 ആകുമ്പോൾ വീണ്ടും 182 സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP ദേശീയ തലത്തിൽ അധികാരത്തിലെത്തിയത്. അപ്പോഴും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എങ്കിലും 5 വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കാരണം NDA എന്ന നിലയിൽ വിവിധ കക്ഷികളുടെ പിന്തുണ ആ കാലത്ത് AB വാജ്പേയിക്ക് ലഭിക്കുകയും 2004 വരെ BJP അധികാരത്തിൽ തുടരുകയും ചെയ്തു. പക്ഷേ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ ചരിത്രത്തിൽ വലിയ തിരിച്ചടികളുടെ ഒരു 10 വർഷത്തിന്റെ തുടക്കം കുറിക്കലായിരുന്നു. 2004 BJP അധികാരത്തിൽ നിന്നും പുറത്തു പോവുകയും ആ തെരഞ്ഞെടുപ്പിൽ 138 സീറ്റുകൾ മാത്രമായി BJPയുടെ നമ്പർ കുറയുകയും ചെയ്തു. കോൺഗ്രസിനും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമൊന്നുമില്ല. 145 സീറ്റ്, അതായത് ഒരു 7 സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് BJPക്കും കോൺഗ്രസിനും ഇടയിൽ 2004 ഉണ്ടായത്. അല്ലാതെ BJP തകർന്നടിയുകയും കോൺഗ്രസിന് ഒരു വലിയ മെജോറിറ്റി കിട്ടുകയുമല്ല. BJP 138ഉം കോൺഗ്രസ് 145 എന്ന ഒരു ചെറിയ നമ്പറിൽ വന്നു. പക്ഷെ അന്ന് UPA എന്ന നിലയിൽ കോൺഗ്രസ് വിവിധ പ്രാദേശിക കക്ഷികളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് 2004 സർക്കാർ ഉണ്ടാക്കി. 2009 BJPക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമായിരുന്നില്ല. 2009 ആകുമ്പോഴേക്കും BJPയുടെ സീറ്റ് 138 നിന്നും പിന്നീട് 116 കുറയുകയാണ്. കോൺഗ്രസിന്റെ സീറ്റ് 145 നിന്നും 206 പോയി. അപ്പോഴും ഒറ്റയ്ക്ക് മെജോറിറ്റി ഇല്ല. പക്ഷേ UPAയുടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് 2009 അവർ സർക്കാർ രൂപീകരിച്ചു. പിന്നീട് നമുക്കറിയാം സമീപകാല ചരിത്രമാണ്. ഭാരതത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്നും അങ്ങനെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം RSSന്റെയും അതോടൊപ്പം തന്നെ കുംഭമേള 2012 ചേർന്ന കുംഭമേളയിലെ ഹൈന്ദവ സന്യാസിമാരുടെയും എല്ലാം ആശീർവാദത്തോടു കൂടിയാണ് ഗുജറാത്തിൽ നിന്നും ആ ഒരു പ്രയാണം അങ്ങ് ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നിലേക്ക് ഉണ്ടായത്. 2014 BJP 282 സീറ്റുകൾ നേടുന്നു. പിന്നീട് 2019 നേരത്തെ സൂചിപ്പിച്ചതുപോലെ 303 എന്ന വലിയ നമ്പറിലേക്ക് എത്തുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാ സമവാക്യങ്ങളും തിരുത്തിക്കുറിച്ചുള്ള ഒരു മോദി യുഗം അത് 2014 തുടങ്ങുകയായിരുന്നു. ആ പ്രയാണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 138ഉം 100ഉം വർഷം പഴക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കടലാസിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ തമ്മിൽ തല്ലി 4 ഗ്രൂപ്പാകുമ്പോഴാണ് 45 വർഷം കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയത്. ഗൗതമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.